प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजम् भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे भूतनाथं शिवं शङ्करं शम्भुमीशान. ശിവൻ്റെ അമ്പലത്തിൽ തൊഴുതു. ഇപ്പം നമ്മൾ പാവനാശിനി പോയിക്കുന്നു. എന്താ ചേട്ടൻ വരുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുന്നും മലയും വയലും തൊടികളും കാപ്പിത്തോട്ടവും തെങ്ങും വാഴയും ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ രാവിലെ 7:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ പോകണമെങ്കിൽ എവിടെയായിരിക്കും? ഇന്ന് നമ്മൾ പോകുന്നത് മഹാദേവ ക്ഷേത്രം. ഞാൻ ഇതുവരെ ഈ അമ്പലത്തിൽ പോയിട്ടില്ല. അത് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരുനെല്ലി ടെമ്പിളിൽ പോകണം. തിരുനെല്ലി പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇവിടെ വന്ന് തൊഴുതിട്ട് വേണം തിരുനെല്ലി പോകാൻ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ അമ്പലം എത്തി. ഇനി അവിടെ പോയിട്ട് കാണാം. നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ വന്നതാണ്. ഇതിങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. വിശദമായിട്ടെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് തൃശ്ശേരി മഹാദേവ ക്ഷേത്രം. തിരുനെല്ലി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ദർശനം ചെയ്തിട്ട് വേണം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ദർശനം ചെയ്യാനും. അങ്ങനെ ഒരു ഐതിഹ്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് തൃശ്ശേരി മഹാദേവ ക്ഷേത്രം കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് അങ്ങനെ ആരും ഇവിടത്തേക്ക് അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ അധികം അങ്ങനെ ആരും വരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വിടുമോ? ആ, ഒരാൾ. അപ്പോൾ എന്നാൽ ഇവിടെ കൂടി ദർശനം ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ജീപ്പ് എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ വിളിച്ചു കേട്ടോ. വിളിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ബലിയിടുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ദർശനം ചെയ്തിട്ട് വേണം അവിടെ പോയി ബലിയിടാൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതും ബലിയിടാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഭംഗിയാണ് അറിയാം ഇവിടെ കാണാൻ. ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിതിലൂടെ ഒരു യാത്ര പോയാലോ? നമുക്കെല്ലാം കണ്ടു നോക്കാം. प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजम् भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे गलेरुण्डमालं तनौ सर्पजालं महाकालकालं गणेशादिपालं जटाजूटगङ्गोत्तरं गैर्विशालं शिवं शङ्करं शम्भुमीशानमीडे
आदिः पारं महामोहमारं शिवं शङ्करं शम्भुमीशानमीडे ഇഷ്ടപ്പെട്ടില്ലേ? അമ്പലവും അമ്പല പരിസരവും ഒക്കെ എന്ത് ഭംഗിയല്ലേ! ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമല്ലേ? അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതു, നെയ്വിളക്കെല്ലാം കത്തിച്ച് തൊഴുതു. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ജീപ്പിൽ നിന്ന് ബാക്കിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആ റോഡാണിത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇനി അമ്പലത്തിലെ ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഇവിടെയും അതിഗംഭീര കാഴ്ചയാണ്. എല്ലാവർക്കും അറിയാം, തിരുനെല്ലി ടെമ്പിളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടാകുമല്ലോ. ഇത് ഇവിടുത്തെ മലകളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്! ഇവിടെ ഞാൻ എല്ലാ വർഷവും എപ്പോൾ വന്നാലും ഇവിടെ ഒന്ന് വന്ന് തൊഴുതിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ. ഇപ്പോൾ ഈ പ്രാവശ്യം വരുന്നത് വലിയ സന്തോഷത്തിലല്ല, ഏട്ടന് വേണ്ടി ബലിയിടാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആണ്ടിൻ്റെ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് അനിയൻ വന്ന് ബലിയിട്ടു. അപ്പോൾ എനിക്ക് വരാൻ, മക്കൾക്ക് പരീക്ഷ ആയതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വരുന്നത് ഇന്നാണ്. അപ്പോൾ നമ്മൾ വലിയ അടിച്ചുപൊളിയുള്ള ആഘോഷമല്ല, മനസ്സിൽ വിഷമമുണ്ട്. പിന്നെ ഒരു വീഡിയോ എല്ലാവരും ചേർന്ന്, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ചേർന്നൊരു വീഡിയോ എടുക്കുന്നുണ്ട്, ആ ഒരു ചെറിയ സന്തോഷം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോകാം കേട്ടോ. അമ്മയ്ക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിടിച്ച് തന്നെ കൊണ്ടുപോകണം. ഒരാളുടെ ഒരു കൈ സഹായം വേണം. അപ്പം എനിക്ക് വീഡിയോ എടുക്കണം, അമ്മേനെയും പിടിക്കണം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ്. അമ്പലത്തിൽ ഇങ്ങനെ ശ്ലോകം വായിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെ അല്ലേ. അപ്പം നമുക്ക് മുകളിലേക്ക് കയറിപ്പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൂടി കാണാം. ബലിയിടാൻ വരുന്നവർ ആദ്യം തൃശ്ശേരി മഹാദേവ ക്ഷേത്രം ദർശനം ചെയ്തിട്ട് വന്നിട്ട് വേണം ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം നമ്മൾ ദർശനം ചെയ്യാൻ. അങ്ങനെ ഒരു ഇതുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ തിരുനെല്ലി ടെമ്പിൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു അമ്പലമാണ്. കാരണം എൻ്റെ കല്യാണം നടന്നത് ഈ അമ്പലത്തിൽ വെച്ചാണ്. അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമാണ്. എപ്പോൾ നാട്ടിൽ വന്നാലും നമ്മൾ തിരുനെല്ലി അമ്പലം, നമുക്കധികം ദൂരമില്ല. തിരുനെല്ലി പഞ്ചായത്തിൽ തിരുനെല്ലി അപ്പൻ്റെ മണ്ണിലാണ് നമ്മുടെ വീട്. എൻ്റെ കല്യാണം നടക്കുമ്പോൾ അമ്പലം ഇതായിരുന്നു. കണ്ടോ ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ, ഈ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കണ്ടോ എന്ത് രസമാണെന്നറിയോ. അപ്പോൾ തിരുനെല്ലി അമ്പലം വന്ന് ദർശനം ചെയ്തിട്ടേ പോകുള്ളൂ. ഇപ്പോൾ കയറ്റിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ല. ഇപ്പോൾ ഈ രണ്ട് അമ്പലവും രാവിലെ തന്നെ ദർശനം. ഇപ്പോൾ ബലിയിടലൊക്കെ രാവിലെ 11:30 വരെ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എല്ലാം ചെയ്യും. ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ തിരുനെല്ലി ടെമ്പിളും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇപ്പുറത്ത് ഇവിടെ ശ്ലോകം വായിക്കലും ആൾക്കാരൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ പോയിട്ട് ഇവിടുന്ന് രസീറ്റൊക്കെ മുറിക്കണം. രസീറ്റൊക്കെ മുറിച്ചിട്ട് വേണം നമ്മൾ പാപനാശിനിയിലേക്ക് പോകാൻ. ഈ ആർക്കാണോ ഇടേണ്ടത് അവരുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് തിലകഹോമമൊക്കെ കഴിപ്പിച്ച്, ഇവിടെ നമ്മൾ ബലിയിടുന്ന ആരാണോ അവർക്ക് ഒരു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനയും ചെയ്തിട്ട് അവർ തരും ബലിയിടേണ്ട സാധനങ്ങളൊക്കെ തന്നിട്ട് വേണം മുങ്ങി കുളിച്ചിട്ട് അവിടെ ബലിയിടണം. അപ്പോൾ അവിടെ പൂജാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ കണ്ടു, ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ അപാര ഭംഗിയാണ്, നല്ല രസമാണ്. ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി, ആ മലകളും ആ പച്ചപ്പും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ തൃശ്ശേരി അമ്പലം കണ്ട പോലെ തന്നെ അതിനേക്കാളൊരുപടി ഭയങ്കര ഭംഗി. ഇവിടെ മലകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ്. കണ്ടു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം സ്റ്റെപ്പ്, പിന്നെ മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ ഈ ഇറക്കവും കയറ്റവും ഒക്കെ ആയതുകൊണ്ട് അച്ഛനും അമ്മയും വന്നില്ല. അവരവിടെ അമ്പലത്തിൻ്റെ അവിടെ ആ ശ്ലോകമൊക്കെ വായിക്കുന്നിടത്ത് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ മാത്രമാണ് പോയിട്ട് ബലിയിട്ടിട്ട് വരാം, മുങ്ങി കുളിച്ച് ബലിയിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളാണ് പോകുന്നത്. അന്ന് അച്ഛനും അമ്മയൊക്കെ വന്നായിരുന്നു അവിടെ. 40-ന് നമ്മൾ ബലിയിടാൻ പോയപ്പോൾ ഒക്കെ വന്നു. ഇപ്പോൾ അവർക്കാവുന്നില്ല, വേണ്ട നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ മാത്രമാണ് പോകുന്നത്. അങ്ങ് കാണുന്നില്ല ആ കടയിൽ നമുക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട്. അവരെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ആ ചേച്ചീനെ കണ്ട് സംസാരിക്കാം. കാരണം ഇപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലേറ്റാവും.
നമുക്ക് വേഗം അവിടെ ബലിയിട്ട് വന്ന് 11:30 വരെ ടൈമുള്ളൂ. നമ്മൾ തൃശ്ശേരി കൂടി പോയതുകൊണ്ട് നമ്മളെ ടൈം നമുക്കധികം ഇല്ല. അപ്പം ഇതാ ചേട്ടൻ അവിടെ കഷ്ടപ്പെട്ട് വരുന്നുണ്ട്, കണ്ടോ എന്ത് കയറ്റാന്ന്. അപ്പോൾ അവിടെ പോയി തിരിച്ച് വന്നിട്ട് വേണം, പിന്നെ നട അടയ്ക്കുന്നതിന് മുന്നേ ഇവിടെ ദർശനം ചെയ്യണമല്ലോ. ഇത് ഈ കടയാണ് കേട്ടോ. ഞാൻ തിരിച്ച് വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ചേച്ചീനോട് സംസാരിച്ച് കുറച്ച് നേരം മൊബൈലൊക്കെ ഓഫാക്കി വെച്ചായിരുന്നു, കാരണം ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കുക, കടയൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഓഫാക്കി വെച്ച് കുറച്ച് നേരം നമ്മൾ വെളിയിടാൻ പോവുകയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ വലിയൊരു കുളമുണ്ട്. ഇവിടെ വെള്ളമില്ല, ഞങ്ങൾ ആദ്യം വരുമ്പോഴൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ആമ്പലും താമരയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങ് ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ, കുളിച്ച് വരുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ കടയുണ്ട്, എല്ലാ സാധനങ്ങളും ഇങ്ങനെ നാടൻ സാധനങ്ങളില്ലേ, മുളയരി, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. ചേച്ചീൻ്റെ കടയും ഇതുപോലൊക്കെയാണ്, ഞാൻ കാണിച്ചു തരാം തിരിച്ചു വരുമ്പോൾ. അപ്പം നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ പോയിട്ട് അവിടെ നമ്മുടെ പരിപാടിയൊക്കെ ചെയ്തിട്ട് വരണമല്ലോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത് കണ്ടോ കയറ്റം. നമ്മൾ ആദ്യം പണ്ട് വരുമ്പോൾ ഇവിടെ റോഡൊന്നുമില്ല, ഇവിടെയൊക്കെ കല്ലിട്ട് മണ്ണും കല്ലൊക്കെ ഇട്ട് കാലൊക്കെ ഇങ്ങനെ വേദനിക്കും. അപ്പം അങ്ങനെ ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കടകളും നല്ല സിമൻറ്റ് ഇട്ടിട്ടുള്ള നല്ല റോഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയും നല്ല വൃത്തിയും ഒക്കെ. പണ്ട് തൊട്ട് നമ്മൾ ചെറുപ്പം തൊട്ടൊക്കെ ഇവിടെ വരുന്നില്ല, ഇപ്പം നല്ല പുരോഗമനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ പാപനാശിനിയിലേക്കൊക്കെ പോകാൻ അങ്ങ് വരെ റോഡുണ്ട്. റോഡും അടിച്ചു വരുന്നുണ്ട്, അവരൊക്കെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുമല്ലോ. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു നമ്മൾ പണ്ട് വരുമ്പോഴൊക്കെ, ഇപ്പോഴാണ് റോഡൊക്കെ. എൻ്റെ ചേട്ടൻ വരുമ്പോഴും ഇങ്ങനെ റോഡൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ എന്നോട് പറയുമായിരുന്നു, ആദ്യം ഇങ്ങനെ റോഡൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ നല്ല റോഡൊക്കെ ആയി, നല്ല ഇതായല്ലോ എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അനിയനും മോനൊക്കെ അങ്ങ് പോണ്ട്, കണ്ടോ എന്ത് കയറ്റാന്ന്, അങ്ങ് പോകണം. അങ്ങ് പോകുമ്പോൾ അവിടെയാണ് നമ്മളപ്പോൾ പാപനാശിനിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശേരി അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലത്തിൽ തൊഴുതു. ഇപ്പം നമ്മൾ പാപനാശിനി പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ചേട്ടൻ വരുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ, അങ്ങ് കയറ്റം കയറി എനിക്ക് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് അനിയനും മോനൊക്കെ അങ്ങ് എത്തി, ചേട്ടൻ ഇതാ തളർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ദൂരം കുറേ നടക്കണം കേട്ടോ. നടക്കണം എന്ന് പറഞ്ഞാൽ നിരപ്പായ റോഡല്ല, കയറ്റമാണ്. ആദ്യം ഇറക്കത്തിൽ വന്ന് പിന്നെ കയറി അങ്ങ് മുകളിലെത്തണം. കുറേ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് റോഡില്ല, പിന്നെ ആ പാറകളാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൂട്ടും ഇപ്പം ഇവിടെയൊക്കെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ഇടണേ. പാപനാശിനിയൊക്കെ, തിരുനെല്ലിയിലെ പാപനാശിനിയൊക്കെ കണ്ടവരും ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളവർ വീഡിയോയിൽ അറിയുന്നവരൊക്കെ ഇവിടെ വന്ന് കമൻ്റ് ഇടണം. ഇവിടെ കറുത്തവാവിനൊക്കെ ബലിയിടാൻ വരുന്ന കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കറുത്തവാവിന് ബലിയിടുന്നതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. ഇനി പോയി കുളിച്ച് ബലിയിട്ടിട്ടുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ബൈ.